നിങ്ങൾ പ്രണയിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് ഇതെന്നുള്ളത്. നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഇതെന്നുള്ളത്. പ്രൈമറി സൈൻസ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്പർ 1, നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് പോലുള്ള സെറ്റപ്പുകൾ. നമ്പർ 2, ബ്ലെയിമിംഗ്. എല്ലാ കാര്യത്തിനും നിങ്ങളെ കുറ്റം പറയുക. അവർ ചെയ്യുന്ന കാര്യത്തിനും നിങ്ങളായിരിക്കും കുറ്റം ചുമത്തുക. മാക്സിമം അവർ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കും. നിങ്ങൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അവർ വിക്ടിം കാർഡ് കളിക്കും. എന്നിട്ട് ആ തെറ്റും നിങ്ങളുടെ തലയിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. അവരുടെ ബിഹേവിയറിൽ നിന്നുണ്ടാകുന്ന നിങ്ങളുടെ റിയാക്ഷൻ അവർ വിക്ടിം കാർഡ് കളിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യും. മൂന്നാമത്തേത്, നിങ്ങളെ യൂസ് ചെയ്യുക. ഒരു റിലേഷൻഷിപ്പിൽ ഈക്വൽ ആയിട്ടുള്ള എഫേർട്സ് ആണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാകും. അവർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ അവിടെ ഓടിയെത്തും. നിങ്ങൾ അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ അവർ അവിടെ ഉണ്ടാകില്ല. എല്ലാ രീതിയിലും നിങ്ങളുടെ എഫേർട്സ് അവർ യൂസ് ചെയ്യും. നമ്പർ 4, ഈ റിലേഷൻഷിപ്പ് അവർ സീക്രട്ട് ആയിട്ട് വെക്കും. അതായത് നിങ്ങൾ എല്ലാവരോടും പറയും ഇതെന്റെ റിലേഷൻ ആണ്, ഇത് ഞാൻ സ്നേഹിക്കുന്നയാളാണ്. പക്ഷെ അവർ അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്, ഫാമിലിയുടെ അടുത്തും അവർക്കറിയാവുന്ന ആൾക്കാരോടും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തുറന്നു പറയില്ല. നിങ്ങൾ ഒരു പക്ഷേ ഫ്രണ്ടായിട്ടോ ക്ലോസ് ഫ്രണ്ടായിട്ടോ ഒക്കെ ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്പർ 5, ടോട്ടൽ നെഗറ്റിവിറ്റി. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഹാപ്പിനെസിനേക്കാൾ കൂടുതൽ പെയിൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടാകും. അവരിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം അവർ നിങ്ങളെ ഒരുപക്ഷെ ഡീമോട്ടിവേറ്റ് ആയിരിക്കും ചെയ്യുക. നിങ്ങളുടെ ഗ്രോത്തിനെ പോലും അത് ബാധിച്ചേക്കാം. നമ്പർ 6, കള്ളവും ചതിയും. കള്ളം പറയുക, കള്ളം പ്രവർത്തിക്കുക, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ മോശമായിട്ട് ചിത്രീകരിക്കുക, നിങ്ങളെക്കുറിച്ച് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുക, നിങ്ങളുടെ റെപ്യൂട്ടേഷനെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള നുണപ്രചാരണങ്ങൾ അടിച്ചിറക്കുക, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക, എല്ലാവരുടെയും മുന്നിൽ നിങ്ങളെ കുറ്റക്കാരാക്കുക, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് പോകുക. ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണ് എന്നുള്ളതിന്റെ അടയാളങ്ങളാണ്.